ചില പാരന്റ്സ് കുട്ടികളോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, എപ്പം നോക്കിയാലും ഇങ്ങനെ സ്റ്റോറി ബുക്കും എടുത്ത് വെച്ചുകൊണ്ടിരുന്നോളൂ. ഈ സ്റ്റോറി ബുക്സ് വായിക്കാൻ കാണിക്കുന്ന ഇൻട്രസ്റ്റ് കുറച്ചെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വായിക്കാനായിട്ട് കാണിച്ചൂടെ എന്ന്. ഇത് മാത്രമല്ല, ചിലരൊക്കെ അവരുടെ കുട്ടികൾ സ്റ്റോറി ബുക്സ് വായിക്കാൻ പാടില്ല എന്ന് റെസ്ട്രിക്ഷൻ വരെ വെക്കാറുണ്ട്. സ്റ്റോറി ബുക്സ് വായിക്കുന്നത് ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയിട്ടാണ് അവർ കാണുന്നത്. ശരിക്കും സ്റ്റോറി ബുക്സ് വേസ്റ്റ് ആണോ, അതോ സ്റ്റോറി ബുക്സിന് എന്തെങ്കിലും ഒരു സൂപ്പർ പവർ ഉണ്ടോ? എന്താണ് നിങ്ങളുടെ തോട്ട്സ് എന്ന് കമന്റ് ചെയ്യുക. പാരന്റ്സ് കുട്ടികളെ അക്കാഡമിക് ബുക്സ് മാത്രം ഇരുന്ന് വായിക്കാൻ പറയുന്നതിന്റെ പിന്നിൽ കുറച്ച് റീസൺസ് ഉണ്ട്. പാരന്റ്സിന് എപ്പോഴും കുട്ടികളുടെ ഭാവി നല്ലതായിരിക്കണം, അവരിതൊക്കെ വായിച്ചു പഠിച്ചാലല്ലേ നല്ല മാർക്സ് കിട്ടുള്ളൂ, അപ്പോഴല്ലേ നല്ല കോളേജ്, നല്ല ജോലി എന്നൊക്കെ പറഞ്ഞ് അവരുടെ ലൈഫ് സെറ്റ് ആവുള്ളൂ എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് മിക്കവരും സ്റ്റോറി ബുക്സ് വായിച്ചെന്തിനാ ഇപ്പൊ സമയം കളയുന്നത്, ആ ടൈം കൂടി ഇരുന്ന് പഠിക്കാലോ എന്ന് അഡ്വൈസ് കൊടുക്കുന്നത്. ബട്ട് ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുന്ന പാരന്റ്സ് കുട്ടികൾ ഫോൺ നോക്കുന്നതിലോ വീഡിയോസ് റീൽസ് ഒക്കെ കാണുന്നതോ ഒക്കെ പോട്ടെ എന്ന് അലോ ചെയ്യുന്നുമുണ്ടാവും. അതുപോലെ തന്നെ എല്ലാവരും AI വേൾഡിലോട്ട് മാറുകയാണ്. എൻ്റെ കുട്ടിയും AI യൂസ് ചെയ്ത് പഠിക്കണ്ടേ എന്ന് വിചാരിച്ച് കുട്ടികൾ അവരുടെ ബ്രെയിൻ യൂസ് ചെയ്ത് ചിന്തിച്ച് ചെയ്യേണ്ട ഹോംവർക്ക്സ്, റൈറ്റിംഗ്സ് ഇതിനൊക്കെ ChatGPT ആൻഡ് Gemini ഒക്കെ യൂസ് ചെയ്യാനായിട്ട് അലോ ചെയ്യുന്നു. സ്റ്റിൽ സ്റ്റോറി ബുക്സ് ആർ നോട്ട് അലൗഡ്. എന്തൊരു കോൺട്രഡിക്ഷൻ ആണല്ലേ ഇത്. ഇവിടെ ടെക്നോളജി നമ്മുടെ ശത്രുവല്ല. ഞാനും ഈ ChatGPT ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ വീഡിയോസ് കാണാറുണ്ട്, അതുപോലെ നമ്മുടെ കുട്ടികളും ഇതൊക്കെ ചെയ്യും. ബട്ട് ഇവിടെ നമ്മൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കാതെ പോകുന്നതിനുള്ള ഒരു മെയിൻ റീസൺ ആണ് പാരന്റ്സ് തന്നെ സ്റ്റോറി ബുക്സ് വായിക്കാറില്ല. സോ എങ്ങനെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് ഇപ്പോൾ അവർ അറിയുന്നത്? അറിഞ്ഞാലല്ലേ ആ ബെനിഫിറ്റ്സ് ഒക്കെ എന്റെ കുട്ടികൾക്കും കിട്ടണം എന്ന് വെച്ച് അതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഞാൻ എന്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന പാരന്റ്സിനോടെല്ലാം കുട്ടികൾക്ക് സ്റ്റോറി ബുക്സ് റീഡ് ചെയ്യാൻ കൊടുക്കൂ എന്നൊക്കെ പറയാറുണ്ട്. സ്റ്റിൽ ചിലരൊക്കെ ഹെസിറ്റന്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത്. സ്റ്റോറി ബുക്സ് വായിക്കുമ്പോൾ കിട്ടുന്ന 7 ബെനിഫിറ്റ്സ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഫുള്ള് മിസ്സാക്കാതെ കാണുക, എന്നിട്ട് നിങ്ങളുടെ കുട്ടികളെ സ്റ്റോറി ബുക്സ് വായിക്കാനായിട്ട് അലോ ചെയ്യുക. Let them enjoy the magic of storybooks and please don't underestimate the power of storybooks. കുട്ടികൾക്ക് മാത്രമല്ല നിങ്ങൾക്കും വായിക്കാട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, മറ്റു പാരന്റ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. 7 benefits of reading storybooks. Number 1, story books build imagination. കുട്ടികൾ ഒരു മൂവിയോ വീഡിയോ റീൽസോ ഒക്കെ കാണുമ്പോൾ അതിലെ ക്യാരക്ടേഴ്സ്, ആ സ്റ്റോറിയിലെ സീനൊക്കെ മറ്റൊരാൾ ഓൾറെഡി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി കുട്ടികൾക്ക് പ്രത്യേകിച്ചൊന്നും ഇമാജിൻ ചെയ്യാനായിട്ടില്ല. അവർ മറ്റൊരാളുടെ ക്രിയേഷൻ ജസ്റ്റ് ഇരുന്ന് കണ്ടാൽ മതി. ഇവിടെ കുട്ടികൾ ഇടുന്ന എഫേർട്ട് അത്രേ ഉള്ളൂ. ബട്ട് നേരെ മറിച്ച് ഒരു കുട്ടി ഒരു ബുക്ക് വായിക്കുമ്പോൾ ആ കുട്ടിയുടെ ബ്രെയിന് ഒരുപാട് എഫേർട്സ് ഇടേണ്ടതുണ്ട്. ഓതർ എഴുതിയ വാക്കുകൾ ഓരോന്നും വായിക്കുമ്പോൾ അവരുടെ ബ്രെയിന് ബാക്ക്ഗ്രൗണ്ടിൽ പണികൾ ചെയ്തു തുടങ്ങും. അവരാണ് ആ കഥയുടെ സീൻ ഇമാജിൻ ചെയ്യേണ്ടത്. അതിലെ ക്യാരക്ടർ, ആ ക്യാരക്ടറിന്റെ അഡ്വഞ്ചേഴ്സ്, അങ്ങനെ എല്ലാം സ്വന്തമായി ഇമാജിൻ ചെയ്യുന്നു. സ്റ്റോറി ബുക്സിനെ ഇമാജിനേഷന്റെ ഒരു ജിം പോലെ നമുക്ക് കാണാവുന്നതാണ്. ചില പാരന്റ്സിന് വേണമെങ്കിൽ അപ്പോൾ ഒരു ഡൗട്ട് വരാം, എന്റെ കുട്ടി എന്തായാലും ആർട്ടിസ്റ്റ് ഒന്നും ആവാൻ പോകുന്നില്ല, പിന്നെ ഇപ്പൊ എന്തിനാ ഇത്ര ഇമാജിനേഷന്റെ ഒക്കെ ഒരു ആവശ്യമാണ്. ഇവിടെ മിക്ക പാരന്റ്സും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്, ആർട്ടിസ്റ്റിന് മാത്രമല്ല ഇമാജിനേഷൻ വേണ്ടത്. ഒരു സയന്റിസ്റ്റിന് വേണം ഇമാജിനേഷൻ, ഒരു എഞ്ചിനീയറിന് വേണം ഇമാജിനേഷൻ, ഒരു ഓണ്ടർപ്രണറിന് വേണം ഇമാജിനേഷൻ. ബേസിക്കലി എല്ലാ പ്രോബ്ലം സോൾവേഴ്സിനും വേണം ഇമാജിനേഷൻ. ഇമാജിനേഷൻ ഇല്ലാതെ പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസ് വരില്ല. സോ ഇവിടെ സ്റ്റോറി ബുക്സ് ശരിക്കും കുട്ടികളുടെ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസിനുള്ള നല്ല ഹെൽപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ അവരുടെ ഫ്യൂച്ചർ കളയുകയല്ല. നമ്പർ 2, സ്റ്റോറി ബുക്സ് ഇംപ്രൂവ് ലാംഗ്വേജ് നാച്ചുറലി. സ്കൂളിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് ലാംഗ്വേജ് പഠിക്കുമ്പോൾ അവിടെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ടീച്ചർ ഡിക്റ്റേഷൻ ആയിട്ട് തരുന്ന കുറച്ച് വാക്കുകളുടെ സ്പെല്ലിംഗ് കാണാതെ പഠിച്ചിട്ടോ, ഓർ ടീച്ചർ ഓൾറെഡി തന്നിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ പുറകിലുള്ള കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കാണാതെ പഠിച്ചുമൊക്കെ പോകുന്ന കുട്ടികൾക്ക് എക്സാമിന് വേണേൽ 90%, 100% മാർക്സ് ഒക്കെ കിട്ടുമായിരിക്കും. ബട്ട് അവർ കുറേ ലാംഗ്വേജ് സ്കിൽസ് ലാക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതല്ലാതെ ട്യൂഷന് വിടുന്നു, ഇംഗ്ലീഷ് ലേണിംഗ് ആപ്സ് ഓരോന്നിലും സബ്സ്ക്രിപ്ഷൻ എടുത്താലും അവിടെയും ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് റൂൾസ്, സ്പെസിഫിക് സെറ്റ് ഓഫ് വേർഡ്സ്, ഇതിൽ മാത്രമാണ് കുട്ടിക്ക് എക്സ്പോഷർ കിട്ടുന്നത്. ഇങ്ങനെയൊക്കെ പോകുന്ന കുട്ടികളോട് ചോദിച്ചാൽ അറിയാം, അവരാരും ഇഷ്ടപ്പെട്ട് ഇതൊന്നും ചെയ്യുന്നില്ല. ചില കുട്ടികളൊക്കെ എനിക്ക് റീഡിങ് ഇഷ്ടമല്ല, എനിക്ക് ട്യൂഷന് പോകാൻ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ടാവും. ഇവിടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആകുന്നില്ല എന്ന് മാത്രമല്ല, അതിനോടുള്ള ഇഷ്ടം കൂടിയാണ് കുട്ടികൾക്ക് നഷ്ടമാകുന്നത്. ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഈസി ആൻഡ് ബെറ്റർ വേ ആണ് സ്റ്റോറി ബുക്സ്. കുട്ടികളെ സ്റ്റോറി ബുക്സ് വായിക്കുമ്പോൾ കാണാപ്പാഠം പഠിക്കാതെ തന്നെ thousands of words ആണ് അവരുടെ വൊക്കാബുലറിയിൽ കയറുന്നത്. അവർ ഒരു സെന്റൻസ് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എന്ന് പഠിക്കുന്നു,
റൈറ്റിംഗ് സ്റ്റൈൽസ്, എക്സ്പ്രഷൻ, കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ഇതെല്ലാം അവർ കഥ ബുക്കുകളിലൂടെ നാച്ചുറലി പഠിക്കുന്നു, അതും എൻജോയ് ചെയ്തുകൊണ്ട്. ഒരു കുട്ടിയുടെ റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, എസ്സേ ഇത് മാത്രം കൊടുത്താൽ ആ കുട്ടിക്ക് റൈറ്റിംഗ് എപ്പോഴും ഒരു സ്ട്രഗിൾ ആയിരിക്കും. ഏതൊരു കുട്ടിയാണോ ഒരുപാട് ബുക്സ് വായിക്കുന്നത് അവർക്ക് റൈറ്റിംഗും നാച്ചുറലി വരും. അവർക്ക് അവരുടെ തോട്ട്സിനൊക്കെ പ്രോപ്പർ വേർഡ്സ് യൂസ് ചെയ്ത് നല്ലൊരു രൂപം കൊടുത്ത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇത് നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചറിന് അത്യാവശ്യം വേണ്ട ഒരു സ്കിൽ അല്ലേ. നമ്പർ 3, സ്റ്റോറി ബുക്സ് ടീച്ച് എംപതി. റീഡിങ്ങിന് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉള്ള കാര്യം തന്നെ മിക്ക പാരന്റ്സിനും അറിയില്ല. ഒരുപാട് സമയം ഫോണിലെ വീഡിയോസ് കണ്ടും റീൽസ് കണ്ടും വളരുന്ന കുട്ടികൾക്ക് ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ കൂടുന്നു. അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഓവർ കോഷ്യസ് ആകാനായിട്ട് തുടങ്ങുന്നു. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് ഔട്ട്സൈഡ് പ്ലേ ടൈം കുറവും സ്ക്രീൻ ടൈം കൂടുതലുമാണ്. ഇങ്ങനെ ആകുമ്പോൾ സോഷ്യൽ ഇന്ററാക്ഷൻ ഫുള്ള് വെർച്വൽ ആവുന്നു. ഫ്രണ്ട്സ് മീറ്റപ്പ് ഒക്കെ ഇപ്പോൾ ഗ്രൂപ്പ് ചാറ്റിൽ മാത്രമായിട്ട് ഒതുങ്ങി കൂടുന്നു. ഇങ്ങനെ ആകുമ്പോൾ എംപതി എന്ന ഒരു സ്കില്ല് അവരിൽ ഡെവലപ്പ് ആവുന്നില്ല. മറ്റൊരാളുടെ ഫീലിങ്സ്, അവരുടെ സിറ്റുവേഷൻ ഇതൊക്കെ ഫീൽ ചെയ്യാൻ പ്രോപ്പറായിട്ട് സാധിക്കുന്നില്ല. ബുക്ക് റീഡിങ്ങിന്റെ ഒരു സൈലന്റ് ബെനിഫിറ്റ് ആണ് എംപതി ഡെവലപ്മെന്റ്. ഇത് നമുക്ക് പെട്ടെന്ന് അത്ര വിസിബിൾ ആവില്ല. കുട്ടികൾക്ക് മാത്രമല്ല, ഫിക്ഷൻ സ്റ്റോറീസ് വായിക്കുന്ന എല്ലാവർക്കും ഇമോഷണൽ ഇന്റലിജൻസ് ബെറ്റർ ആയിരിക്കും. കഥകളിലൂടെ കുട്ടികൾ പല രീതിയിലെ ആളുകളുടെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അവർ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാത്ത എക്സ്ട്രാ ഓർഡിനറി ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യുന്നു. ബേസിക്കലി മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെ ലോകത്തെ കാണാനായിട്ട് അവർ പഠിക്കുന്നു. ഇങ്ങനെ ആകുമ്പോൾ അവരുടെ എംപതിയും കൂടും. മറ്റുള്ളവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി അവരോട് പെരുമാറാൻ അവർക്ക് സാധിക്കുന്നു. ടെക്നോളജി എത്ര അഡ്വാൻസ്ഡ് ആയാലും എംപതി എന്നത് എപ്പോഴും ഒരു സൂപ്പർ പവർ തന്നെയാണ്. നമ്പർ 4, സ്റ്റോറീസ് ടീച്ച് ലൈഫ് ലെസൺസ് സേഫ്ലി. പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ഒക്കെ കുട്ടികൾക്ക് ആവശ്യമുള്ള ലൈഫ് ലെസൺസ് പഠിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇതൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ വളർത്തും. ഇതൊക്കെ നല്ലതാണെങ്കിലും പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും ലെക്ചർ അടിയേക്കാളും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് റീഡിംഗ് സ്റ്റോറി ബുക്സ്. പല ക്യാരക്ടേഴ്സിലൂടെ ഹോണസ്റ്റി, കറേജ്, ഫ്രണ്ട്ഷിപ്പ്, കൈൻഡ്നസ്, റെസ്പോൺസിബിലിറ്റി, പെർസിവറൻസ് ഇതൊക്കെ അവർ പഠിക്കുന്നു. കഥകളിലൂടെ പഠിക്കുന്ന പാഠങ്ങളൊക്കെ അവരുടെ മൈൻഡിൽ മറക്കാതെ കിടക്കും. സ്റ്റോറീസ് ഇമോഷണൽ ആയിരിക്കും. അത് കുട്ടികളുടെ ബ്രെയിനിൽ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യും. സോ അവരുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഓരോ പാഠങ്ങളും അവരുടെ ലൈഫിൽ ആവശ്യമുള്ളപ്പോൾ അതൊക്കെ അവർ യൂസ് ചെയ്യും. നമ്പർ 5, സ്റ്റോറി ബുക്സ് ബിൽഡ് ഫോക്കസ്. കുട്ടികളുടെ മാത്രമല്ല, നമ്മൾ മുതിർന്നവരുടെയും അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരികയാണ്. 30 സെക്കൻഡ് 10 സെക്കൻഡ് ഒക്കെയുള്ള റീൽസ്, ഫാസ്റ്റ് പേസ്ഡ് വീഡിയോസ് ഇതൊക്കെ എപ്പോഴും സ്ക്രോൾ ചെയ്ത് കണ്ടിട്ട് നമ്മുടെ മൈൻഡ് ഫുള്ള് ഫാസ്റ്റ് എന്റർടൈൻമെന്റ്, ഫാസ്റ്റ് ഇൻഫർമേഷൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഒരിടത്തിരുന്ന് ക്ഷമയോടെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണം എന്ന് വരുമ്പോൾ അവിടെ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കുട്ടികൾക്ക് ഇങ്ങനെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരുന്നത് ഭയങ്കര പ്രശ്നക്കാരനാണ്. അവർക്ക് അവരുടെ അക്കാഡമിക് ബുക്സ് കോൺസെൻട്രേഷനോടുകൂടി ഇരുന്ന് പഠിക്കാനായിട്ട് പറ്റുന്നില്ല. ഒരു കാര്യം ആലോചിച്ചെടുത്ത് ആൻസർ ചെയ്യണം എന്നൊക്കെ വരുമ്പോൾ അവർക്ക് പറ്റാതെ അവർ അതിലൊക്കെ ലാക്ക് ചെയ്യുന്നു. എല്ലാം ഫാസ്റ്റ് 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 എന്ന് പോകുമ്പോൾ സ്റ്റോറി ബുക്സ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത്. ക്ഷമ വേണം ഒരു ബുക്ക് എടുത്ത് ഇരുന്ന് വായിക്കാനായിട്ട്. ബുക്കിൽ പറയുന്ന ഐഡിയ, പ്ലോട്ട്, ക്യാരക്ടേഴ്സ്, സീൻ ഇതിന്റെയൊക്കെ ഡെസ്ക്രിപ്ഷൻ ഫോക്കസോടെ ഇരുന്ന് വായിച്ച് അത് തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. കോൺസെൻട്രേഷനും ഫോക്കസും ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് എക്സസൈസ് ആണ് ബുക്ക് റീഡിംഗ്. സ്റ്റോറി ബുക്സ് അതിന്റെ നല്ലൊരു ടൂളാണ്. ഇപ്പോഴത്തെ വേൾഡിൽ വാല്യുബിൾ ആയിട്ടുള്ള എന്നാൽ ഒരുപാട് പേർക്ക് ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സ്കില്ലാണ് കോൺസെൻട്രേഷൻ. അതുള്ളവര് എപ്പോഴും അതില്ലാത്തവരുടെ ഇടയിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. നമ്പർ 6, സ്റ്റോറി ബുക്സ് ഹെൽപ്പ് ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് ദംസെൽസ്. ഓരോ കുട്ടികളും ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെയാണ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചാലഞ്ചസും. അവരുടെ സ്ട്രെങ്സ്, വീക്ക്നെസ്സസ് ഇതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഒരു കുട്ടിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും പേടിയും സ്വപ്നങ്ങളും എന്തൊക്കെയാണ് എന്ന് ആ കുട്ടി തന്നെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അത് മിക്കപ്പോഴും കുട്ടികൾക്ക് സാധിക്കാറില്ല. ഒരു സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടാകുമ്പോഴാണ് ആ സിറ്റുവേഷനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റി, എന്തൊക്കെ സ്കിൽസ് ആണ് അവിടെ യൂസ് ചെയ്തത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ലൈഫിൽ എല്ലാ സിറ്റുവേഷനും വന്നതിന് ശേഷം പഠിക്കാൻ നിൽക്കുന്നതിന് പകരം സ്റ്റോറി ബുക്സ് അതൊക്കെ കുട്ടികൾക്ക് നേരത്തെ തന്നെ കാണിച്ചു കൊടുക്കുന്നു. അവർ വായിക്കുന്ന ക്യാരക്ടേഴ്സ് നേരിടുന്ന സ്ട്രഗിൾസ്, അവരതൊക്കെ എങ്ങനെ ഓവർകം ചെയ്തു, എങ്ങനെയൊക്കെയാണ് ധൈര്യത്തോടെ മുന്നോട്ട് പോയത്, ഇതൊക്കെ പല കഥകളിലൂടെ വായിച്ച് അതൊക്കെ കുട്ടികളുടെ ബ്രെയിനിൽ പോയി കിടപ്പുണ്ടാവും. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ വേഗം തന്നെ റെസ്പോണ്ട് ചെയ്യുന്നു. അവരുടെ പവർ അവര് തിരിച്ചറിയുന്നു. ഈ ചലഞ്ചസ് ഒക്കെ എനിക്ക് തരണം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് അവർ വിശ്വസിക്കുന്നു. ഇതിനൊക്കെ സ്റ്റോറി ബുക്സ് നല്ല ഹെൽപ്ഫുൾ ആണ്. നമ്പർ 7, സ്റ്റോറി ബുക്സ് ക്രിയേറ്റ് ലൈഫ് ലോങ് ലേണേഴ്സ്. ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ നോക്കിയാൽ കാണാൻ പറ്റും അവരൊക്കെ നല്ല റീഡേഴ്സ് ആയിരിക്കും. അവരെത്ര പ്രായമായാലും വായന തുടർന്നു കൊണ്ടുപോകുന്നു. അതിന്റെ പിന്നിലുള്ള ഒരേ ഒരു സീക്രട്ട്
ദേ ലവ് റീഡിങ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പുതിയ കാര്യങ്ങൾ വായിച്ച് പഠിച്ച് അവരൊരു ലൈഫ് ലോങ് ലേണേഴ്സ് ആകുന്നു. നമ്മുടെ കുട്ടികൾ റീഡിങ് ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഇഷ്ടമായതായിരിക്കില്ല. അങ്ങനെയുള്ള കുട്ടികൾ വിരളമാണ്. ബട്ട് സ്റ്റോറി ബുക്സ് വായിച്ച് ബുക്സും റീഡിങ്ങും ഇഷ്ടമാണെന്ന് പറയുന്നവരാണ് മെജോറിറ്റി കുട്ടികളും. ബിക്കോസ് സ്റ്റോറീസ് മേക്ക് ബുക്സ് മാജിക്കൽ. അവരുടെ സ്റ്റോറീസിലൂടെ തുടങ്ങി ബുക്ക് ഇഷ്ടപ്പെട്ട് റീഡേഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, ദേ ക്യാൻ ലേൺ എനിത്തിങ്. അവർക്ക് എന്തും വായിച്ച് പഠിക്കാൻ പറ്റും. സയൻസ്, ഹിസ്റ്ററി, ബിസിനസ്, ടെക്നോളജി, അങ്ങനെ എന്തും വേണമെന്നുണ്ടെങ്കിൽ പല ബുക്സിലൂടെ വായിച്ച് പഠിക്കാൻ അവർ എക്സൈറ്റഡ് ആയിരിക്കും. സോ ഇവിടെ പാരൻസിന്റെ ഗോൾ എപ്പോഴും അവരെ ബുക്സ് വായിപ്പിക്കണം എന്ന് കാണുന്നതിന് പകരം റീഡിങ് ഇഷ്ടമുള്ള കുട്ടികളാക്കണം എന്ന് വിചാരിക്കുക. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വിത്തൗട്ട് എനി ഡൗട്ട് സ്റ്റോറി ബുക്സ് തന്നെയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അക്കാഡമിക് ബുക്സ് ഇമ്പോർട്ടന്റ് ആണ്. അതിനെ നമുക്ക് സ്റ്റോറി ബുക്സിനെ വെച്ച് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. കുട്ടികൾക്ക് രണ്ടും വേണം. വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് എന്ന് വെച്ച് അത് മാത്രം നമ്മൾ എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കില്ലല്ലോ. വെള്ളത്തിനൊപ്പം ഭക്ഷണവും വേണം. അതും നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ നല്ല ഹെൽത്തി ആവും. അത് തന്നെയാണ് ബുക്സിന്റെ കാര്യവും. ഓരോ ടൈപ്പ് ബുക്കിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. സോ വൈഡ് വെറൈറ്റിയിലെ ബുക്സ് വായിക്കുക. എസ്പെഷ്യലി കുട്ടികൾ അവരുടെ ചൈൽഡ്ഹുഡിൽ മാക്സിമം പല വെറൈറ്റിയിലെ ബുക്സ് വായിച്ചാലും അത് അവരുടെ ലൈഫിനെ ബെറ്റർ ആക്കും. സോ ഇനി എപ്പോഴെങ്കിലും നിങ്ങളുടെ കുട്ടികൾ സ്റ്റോറി ബുക്സ് വായിച്ചിരിക്കുമ്പോൾ എന്താ ഈ കുട്ടി ഇങ്ങനെ കഥ ബുക്ക് വായിച്ച് സമയം വേസ്റ്റ് ആക്കുന്നത് എന്ന് നിങ്ങൾ പറയില്ലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എക്സാമിലൂടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ ലൈഫിലെ ഇമ്പോർട്ടൻറ്റ് ലെസൺസ് ഒക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു തരാൻ സ്റ്റോറി ബുക്സിന് സാധിക്കുന്നു. So please don't underestimate the power of storybooks. ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഹാപ്പി റീഡിംഗ് ആൻഡ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.